ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ബിദ്അത്തും വലാലത്തും കടന്നുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ധാർമ്മികമായ മൂല്യച്യുതികൾ ഒരു ഭാഗത്ത് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പണ്ഡിതന്മാർ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും ആദ്യമായി മാതൃകാ പുരുഷന്മാരാകണം. ഒരു പ്രബോധകൻ എന്ന നിലയിൽ കുറെ പ്രസംഗിക്കുകയല്ല വേണ്ടത്. എനിക്ക് വളരെ ആത്മാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഇന്നാ അർസൽനാക ഷാഹിദാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയെ, ഇന്നാ അർസൽനാക, തങ്ങളെ റിസാലത്ത് നൽകിയാൽ ആദരിച്ചിരിക്കുന്നു. അഥവാ തബ്ലീഗിന്റെ ചുമതല ഏൽപ്പിക്കലാണല്ലോ റിസാലത്ത്. അത് പറയുന്നിടത്ത് പറയുന്നത് 5 വിശേഷണങ്ങൾ. ഷാഹിദ വമുബശ്ശിറൻ വനദീറ. ഒന്നാമത്തത് ഷാഹിദാണ്, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കണം. ആഖിറത്തിലെ ഷഹാദത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കണം. നാം പറയുന്നത് സത്യസന്ധമാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നാം ബോധ്യപ്പെടുത്തണം. അത് ഒരു പ്രബോധകനിൽ ഉണ്ടാവേണ്ടുന്ന, മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ദൗത്യം വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതം കൊണ്ടാണ് അവർ പ്രബോധനം ചെയ്തിരുന്നത്. അവരുടെ വാക്കുകളെക്കാൾ, അവരുടെ എഴുത്തുകളെക്കാൾ, അവരുടെ മറ്റു പ്രവർത്തനങ്ങളെക്കാളൊക്കെ അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രബോധനം. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ഒരു പ്രബോധകനിൽ ഒന്നാമതായി ഉണ്ടാവേണ്ടത് അതാണ്. അതുണ്ടാവുകയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം കിതാബുമായി ബന്ധപ്പെട്ട്, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവസരം നൽകി. ആ ഇൽമിനെ, ഉസൂലുകളൊക്കെ നമുക്കുണ്ട്. കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അത് പ്രചരിപ്പിക്കുവാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ആസൂത്രിതമായി, കാലോചിതമായി കുട്ടികൾക്കും യുവാക്കൾക്കും യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഒക്കെ അവരുടേതായ ആ ശൈലിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ സമർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന വലിയൊരു സംവിധാനം നമുക്ക് തണൽ വിരിച്ച് നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊന്നും പേടിക്കാനില്ല. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഇവിടെ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കുറച്ചു കാലമായി വിദേശത്ത് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് യാദൃശ്ചികമായി ഇവിടെ വരികയും പ്രത്യേക സാഹചര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് വിശ്വാസത, ഒരു എന്താ പറയുക, മനക്കരുത്തുണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ കുറഞ്ഞ കാലങ്ങളിൽ നമുക്കൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അടുത്തിടെ ഈ സനാഹി എന്ന് പറയുന്ന, സനാഹിയ എന്ന് പറയുന്ന ആ നാമത്തിന്റെ പ്രഖ്യാപനം തന്നെ ഇപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിൽ കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് 85ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചതാണ് നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി. അല്ലാഹു അതിന് സമയം നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ്. ഇപ്പോഴും ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു കൊല്ലം SNEC പ്രഖ്യാപിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല. അടുത്ത മാസം 5ാം തീയതി ആദ്യമായിട്ടാണ്, 16ാം തീയതിയാണ് വരുന്നത്. 16ാം തീയതിയാണ് എന്റെ ഓർമ്മ. മാർച്ചിലാണ്. ഏതായാലും ഒരു വർഷം തികയാത്ത സമയത്ത് ഇത്രയും അന്തസ്സോടെ ഇത് നിൽക്കുന്നുവെങ്കിൽ അത് നമ്മൾ ആരുടെയും കഴിവല്ല, അത് സമസ്തയുടേതാണ്. അതിന്റെ വ്യക്തമായ, അത് നാഷണൽ പദ്ധതിയായി വരുന്നു. ഇത് പ്രഖ്യാപിക്കുന്നു. ഒരുപാട് തിരക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത, മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരക്കുകളായിരുന്നു. കാരണം ഏതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനവും വരിക, ഏതൊരു വിദ്യാഭ്യാസ സംവിധാനവും വരിക, ഒരു സ്ഥാപനം അതിൽ 1ാം ക്ലാസ് അതേ വരുള്ളൂ. പിന്നെ അടുത്ത വർഷം 2ാം ക്ലാസ് അങ്ങനെ വരുന്നു. 4ഓ 5ഓ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 2 സ്ഥാപനമാകുന്നു, പിന്നെ 10 ആകുന്നു, അങ്ങനെ വർദ്ധിച്ചു വരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രഖ്യാപിച്ച് 1.5 മാസം കൊണ്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 8 ക്ലാസ്സിലേക്കുള്ള സിലബസ് തയ്യാർ ചെയ്യും. പല കിതാബുകളും നമുക്ക് പറ്റാത്തതാണ്. അതിന് പകരം കിതാബുകൾ രചിക്കണം, കരിക്കുലം തയ്യാർ ചെയ്യണം, സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തണം, എന്തെല്ലാം അഡ്മിഷൻ, അതുപോലെ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി തിരക്ക് പിടിച്ച സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തോടുകൂടെ 36 കിതാബുകൾ കഴിഞ്ഞ വർഷം SNEC ഉണ്ടാക്കി.
ചിലത് പൂർണ്ണമായി ഉണ്ടാക്കിയതാണ്, ചിലത് ഇഖ്തിസാർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ 8 ക്ലാസ്സുകളിലേക്കും ആവശ്യമായ കിതാബുകൾ പലതും പാരമ്പര്യ കിതാബുകൾ, മറ്റു പലതും നമ്മൾ ഉണ്ടാക്കിയത്. ചില കിതാബുകൾ പ്രസിൽ നിന്ന് കിട്ടാൻ വൈകിയപ്പോൾ കൃത്യമായി അതിന്റെ PDF നൽകി അയച്ചു കൊടുത്ത് ക്ലാസ്സുകൾ മുടങ്ങാതെ സൂക്ഷിച്ചു. ഏതായാലും 1 മാസത്തിനുള്ളിൽ എല്ലാ കിതാബുകളും കൊടുക്കാൻ കഴിയും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഭംഗിയായി നടന്നു. ടാലൻസ് മീറ്റ് നടന്നു. 1600ഓളം വരുന്ന വിദ്യാർത്ഥിനികളുടെ ഫെസ്റ്റ് ഒന്നാമത്തെ വർഷം തന്നെ നടന്നപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയമായി. ജനുവരി 21-ാം തീയതി ആയിരുന്നു അത്. ഇന്ന് വരെ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും നമ്മുടെ ശത്രുക്കൾക്ക് പോലും എടുത്തുധരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു ചെയ്യുന്നു അനുഗ്രഹം. വലിയ പേടിണ്ടായിരുന്നു, വളരെ ഭയപ്പാടുണ്ടായിരുന്നു. ഈ കുട്ടികളല്ലേ, പലയിടത്തുനിന്നും വന്നവരല്ലേ, ഒരു ചെറിയൊരു സംഗതി ഉണ്ടായാൽ മതിയല്ലോ. അതിലേറെ നമ്മെ അത്ഭുതപ്പെടുത്തിയത് ഒരു നാമം. ഈ ബിരുദധാരികൾക്ക് ഒരു പേര് വേണം. ഏത് കോളേജിൽ പോയാലും എല്ലാ സ്ഥാപനങ്ങളിലും 1-2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എവിടെ ചെന്നാലും നമുക്ക് മറുപടി കിട്ടാത്തൊരു ചോദ്യം, എന്താ ഉസ്താദ് ഞങ്ങളെ പേര്? ഞങ്ങളെ കുട്ടികളെ മറ്റുള്ളവർ കളിയൊക്കെ ഞങ്ങൾ സ്നെക്കികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായും നമുക്ക് മാനേജ്മെന്റ് ഉസ്താദ്മാരൊക്കെ ചോദിക്കും ഒരു പേര്. ഏത് പേരെടുത്താലും ആ പേരിൽ എവിടെങ്കിലും ഒരു ബിരുദം ഉണ്ടാവും. ഏതെടുത്താലും ഒക്കുന്നില്ല. അങ്ങനെ എന്തായാലും ഒന്ന് തിരഞ്ഞെടുക്കണല്ലോ. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു. ഉസ്താദ്മാര് പറയും, ഉസ്താദ്മാര് തങ്ങളൊക്കെ എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു പേരാവരുത്, കേൾക്കാനൊക്കെ ഉഷാറ് വേണം, അതിന്റെ അപ്പുറം ഒരു ആശയം ഉണ്ടായിരിക്കണം ആ പേരിൽ. അങ്ങനെ പറയും. അങ്ങനെ പല പേരുകളും കണ്ടു. 28-ാം തീയതി നടക്കുന്ന മുഷാവറയുടെ തൊട്ടു മുമ്പത്തതല്ല, അതിന്റെ മുമ്പത്തെ മുഷാവറയിലേക്ക്, അഥവാ ഏകദേശം ഒരു 3 മാസം 4 മാസം മുമ്പ് നടന്ന മുഷാവറയിലേക്ക് ഞാനൊരു 5 പേര് തയ്യാർ ചെയ്തു. അതിൽ ആദ്യം എഴുതിയത് ഇതായിരുന്നില്ല, മറ്റൊരു പേരായിരുന്നു. പക്ഷെ ആ പേരിനെ സംബന്ധിച്ച് എനിക്ക് പിന്നീട് ചില സംശയങ്ങൾ വന്നു. ഞാൻ അന്ന് തലേന്ന് രാത്രി വീണ്ടും കുറെ നെറ്റൊക്കെ ഇരുന്ന് പരിശോധിച്ചു. ചുരുക്കത്തിൽ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാത്തതുകൊണ്ട് അന്ന് മുഷാവറയിൽ അത് കൊടുത്തില്ല. പിന്നെ പിറ്റത്തെ മുഷാവറ, അപ്പൊ പിന്നീട് തങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഇന്ന പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു, എന്നാ പിന്നെ അത് വേണ്ട. പിന്നെ എന്താ ചെയ്യാ, ഇനി ഏതാ ചെയ്യാ, ഇനി നമുക്ക് കൂടി ഇരുന്നാണ്ട് ആലോചിക്കാം, മുഷാവറക്കൊന്നും കാത്തിരിക്കണ്ടായിരുന്നു. അടുത്ത മുഷാവറയും കഴിഞ്ഞു. അപ്പൊ 21-ാം തീയതി ടാലൻസ് മീറ്റിൽ വെച്ചിട്ട് അത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു. അതിന് മുമ്പ് നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 4 എണ്ണം തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിനിടക്ക് തങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്താ സെനായി എന്നുള്ളത് എന്താ കുഴപ്പം ചോദിച്ചു. ഇല്ല, അതിനെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. അത് നല്ല പേരാണ്, നല്ല ആശയം ഉണ്ടല്ലോ അതിൽ. മാത്രമല്ല സമസ്ത നാഷണലൊക്കെ ഉണ്ടല്ലോ അതില്. സമസ്തയിലേക്ക് സൂചന ഉണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതന്നെ, ഇപ്പൊ എല്ലാവരും അതന്നെയാണ് താല്പര്യപ്പെടുന്നത്, എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയൊരു മുഷാവറില്ല, 21-ാം തീയതി നമുക്ക് ടാലൻസ് മീറ്റിൽ വെച്ച് പ്രഖ്യാപിക്കണം. അത് പറഞ്ഞ് ഒരാഴ്ച മുമ്പാണത്. ആ ഒരാഴ്ചയുടെ തൊട്ട് മുമ്പാണ് 28-ാം തീയതി ബാംഗ്ലൂർ ഒരു മുഷാവർ ഉണ്ടെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു അവിടെ മുഷാവർ ഉണ്ടെന്നും തീരുമാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി നമുക്ക് അവിടെ വെച്ച് പ്രഖ്യാപിക്കാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടത്, നാഷണൽ പദ്ധതിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ നാമം അള്ളാഹുവിന്റെ ഒരു തദ്ബീർ നിങ്ങൾ ആലോചിച്ച് നോക്കും. എത്രയോ മുമ്പ് ഇത് പ്രഖ്യാപിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയായിരുന്നു. പക്ഷേ ആദ്യമായി കേരളത്തിന്റെ പുറത്ത് ഒരു മുഷാവറ കൂടുന്നു. ആ മുഷാവറയിൽ വെച്ച് ഈ പേര് ചർച്ച ചെയ്ത് പാസ്സാക്കുന്നു. കേരളത്തിന്റെ പുറത്ത് 100-ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു. അവിടെ വെച്ച് ഇത് പ്രഖ്യാപിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇത് നാഷണൽ പദ്ധതിയായി തന്നെ അല്ലാഹു കബൂൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും പല ഘട്ടങ്ങളിലും നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അല്ലാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വെറുതെ അങ്ങനെ പറയുന്നതല്ല. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. എന്ന് വെച്ച് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നല്ല. എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും എതിർപ്പുണ്ടാവും. പക്ഷെ അതിനൊക്കെ സ്നേഹബുദ്ധിയ അതിനൊക്കെ കൈകാര്യം ചെയ്ത്
നമുക്ക് സുന്നത്ത് ജമാഅത്ത് പരിശുദ്ധമായ ശക്തിയുക്തം ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, തെളിയിച്ചുകൊണ്ടേയിരിക്കണം. അതിനാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കണം. സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വ്യക്തിപരമായും അതുപോലെ സനീസിക്ക് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ ആകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.